ചേട്ടാ, പാറ്റാ സമരം പാറ്റാ സമരത്തിന് ശേഷം ഈ പാറ്റാ സമരത്തിന്റെ തലവന്മാരെല്ലാം കൂടെ ചേർന്ന് ഒരു മദ്യ പാർട്ടി നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. അതിൽ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ സാധനം എന്ന് പറയുന്നത് അയാം എന്താണ് ഞാൻ ടൈഫോയിഡ് കാരണം ഞാൻ വിഷമിക്കുകയാണെന്ന് പറഞ്ഞ അഭിജിത്ത് ദീപ്കയും അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവൻ അവിടെ വളരെ രസകരമായിട്ട് പാട്ട് പാടുന്നു, നൃത്തം ചെയ്യുന്നു. പിന്നെ സൗരവ് ദാസ് എന്ന് പറയുന്ന അവൻ പാട്ട് പാടുന്നു, നൃത്തം ചെയ്യുന്നു, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കളിയാക്കുന്നു. അതിനെതിരെ സോനം വാങ്ചുക്ക് രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം 20 വിദ്യാർത്ഥികൾ മരിച്ചതാണ്. ആ 20 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ സമരം ചെയ്തത്. അത് കഴിഞ്ഞ് നിങ്ങൾ ഇങ്ങനെ ഒരു പാർട്ടി സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ ഒരു ഗുരുതരാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് സോനം വാങ്ചുക്ക് അത് പറഞ്ഞ് രംഗത്തെത്തി. അതിനുശേഷം CJP പറഞ്ഞു, ഞങ്ങൾ വീണ്ടും പ്രൊട്ടസ്റ്റ് ആരംഭിക്കാൻ പോവുകയാണ്. കാരണം കേന്ദ്ര സർക്കാർ ഞങ്ങൾക്ക് തന്നെ വാക്ക് പാലിച്ചില്ല. FIR ഇടുന്നു വിദ്യാർത്ഥികൾക്കെതിരെ എന്നാണ് ഇവർ പറഞ്ഞത്. യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞ വാക്ക് പാലിക്കുകയൊന്നുമില്ല. കേന്ദ്ര സർക്കാർ പറഞ്ഞത് സമാധാനപരമായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരെ FIR ഇടില്ല എന്നാണ് കേന്ദ്രം പറഞ്ഞത്. സമാധാനപരമല്ലാത്തവർക്ക് നേരെ FIR ഇടും എന്നും അതിനകത്ത് ഒരു ധ്വനിയുണ്ട്. അതാണ് നടന്നത്. ഇപ്പൊ എല്ലാത്തിനെയും തൂക്കിപ്പറക്കിയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധിക്ഷേപിച്ചവനെയും, നരേന്ദ്രമോദിയുടെ അമ്മയെ ലൈംഗിക അധിക്ഷേപം നടത്തിയവനെയും, പാർലമെന്റ് പൊളിക്കണമെന്ന് പറഞ്ഞവനെയും, ഇന്ത്യൻ ആർമിയെ പറഞ്ഞവനെയും എല്ലാത്തിനെയും തൂക്കിപ്പറക്കിക്കൊണ്ടിരിക്കുകയാണ്. കൊൽക്കത്തയിലും ബംഗാളിലും ഇവന്മാര് തെരുവിലിറങ്ങാനുള്ള ശ്രമം നടത്തി. പക്ഷെ അവിടുത്തെ പോലീസ് സ്ട്രോങ് ആണ്. BJP സർക്കാരാണ് ഭരിക്കുന്നത്. ഇവന്മാരെ എല്ലാം അടിച്ചു ചുരുട്ടി. പോരാത്ത തന്നെ ബീഹാറിൽ 4 റൗണ്ട് മുകളിലേക്ക് വെടിവെക്കുകയും ചെയ്തു. മുകളിലേക്ക്, ആകാശത്തേക്കാണ് വെടിവെച്ചത്. കാരണം അത് പോലീസിന് നിവൃത്തിയില്ലായിരുന്നു. ഇവന്മാർ ഇങ്ങനെ ആർത്തിരമ്പി വരിക. ഒരൊറ്റ വെടിവെച്ചത് ഇവന്മാര് തിരിഞ്ഞോടി. വേറെ ഒന്നും സംഭവിച്ചില്ല. ഇവന്മാര് തിരിഞ്ഞോടി. ഇപ്പൊ പോലീസുകാർക്ക് ഇവന്മാരുടെ നേരെ ഒരു അപ്പർ ഹാൻഡ് കിട്ടി എന്നുള്ളതാണ്. അല്ലെങ്കിൽ പോലീസിനെ ഇവരെ ആക്രമിക്കും, വേറെ ഒന്നും ചെയ്യാനില്ല. പക്ഷെ ഇപ്പൊ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇൻ എ മെസ്സേജ് ടു ദ കോക്രോച്ചസ്, ബംഗാൾ ആൻസേർഡ് വിത്ത് പാട്രിയോട്ടിസം. ബംഗാളിൽ വലിയൊരു മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ഡിസ്പൈറ്റ് ഹെവി റെയിൻ, ഓവർ 25,000 Bengali nationalists participated in the Tiranga Yatra from Sealdahan to Dorinha, crossed in support of India and its Prime Minister Narendra Modi. 25,000 ബംഗാളി നാഷണലിസ്റ്റുകളാണ് തെരുവിലിറങ്ങി ഒരു തിരങ്ക യാത്ര നടത്തിയത് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. കോക്രോച്ച് ജനതാ പാർട്ടിക്കെതിരെ എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതിന്റെ വിഷ്വൽസ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അതിന്റെ വിഷ്വൽസ്. അപ്പൊ ഇത് വലിയൊരു മൂവ്മെന്റ് ആയിട്ടാണ് ഇപ്പോ കൊൽക്കത്തയിൽ ഉയർന്നു വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ സംഘാടകർ പറയുന്നത് ഇത് ഇവിടെ മാത്രമല്ല, ഇത് എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മൾ സംഘടിപ്പിക്കും എന്നും അവരിപ്പോ പറയുന്നുണ്ട്. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഇപ്പോ യാത്രയും തെരുവിലിറങ്ങലും മാത്രമേ നമ്മൾ കാണാറുള്ളൂ. ഒരു സമയത്ത് നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റ് വഴി ചർച്ച ചെയ്തത് കലാപം എങ്ങനെ അവസാനിപ്പിക്കാമെന്നുള്ള അമിത്ഷായുടെ ബില്ല് വരുന്നു. 1970 മുതലുള്ള കലാപങ്ങളുടെ ലിസ്റ്റ് അമിത്ഷാ എടുത്തു. 35 കലാപം ഉണ്ടാകാൻ സാധ്യതയുള്ള 35 റീസൺസ് ഇട്ട് കഴിഞ്ഞു. DGPമാരെ, ഓരോ സംസ്ഥാനത്തെ DGPമാർക്കും നിർദ്ദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞു. ഇപ്പൊ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം അവര് തെരുവിലിറങ്ങും, ഇവര് തെരുവിലിറങ്ങുന്നു. തിരങ്ക യാത്ര വരുന്നു, മറ്റേ റിസർവേഷൻ ഹട്ടാവോ ആന്തോളൻ വരുന്നു, E20 ജനതാ പാർട്ടി വരുന്നു, CJP വരുന്നു, തെരുവിലിറങ്ങി. ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നാണ് എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഈ ഉറുമ്പ് കടിക്കുന്ന എങ്ങനെയുള്ള ആൾക്കാരുടെ ആണെന്ന് അറിയാവോ? അലസമായിട്ട് എവിടെയെങ്കിലും ചെന്ന് ഇരിക്കുന്നവരായിരിക്കും. നോക്കിക്കണ്ടിരിക്കുന്നവനെ കടിക്കാറില്ല. ഈ അലസത കൂടുമ്പോൾ പല ക്ഷുദ്രജീവികളും പുറത്തിറങ്ങും. അങ്ങനെയാണ് പാറ്റ ഇറങ്ങും, ഞണ്ടിറങ്ങും, പലതും. പക്ഷെ ഇത് ക്ഷുദ്രജീവിയുടെ അല്ല. ഇതിനകത്ത് ഇപ്പോൾ CJP തുടങ്ങുമെന്ന് പറഞ്ഞ പ്രൊട്ടസ്റ്റിന്റെ അത് ഒരു ജെനുവിൻ കേസല്ലത്. ഇത് ഡൽഹി പോലീസ് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. 2847 പേരെ തങ്ങൾ അറസ്റ്റ് ചെയ്തു. അതിന്റെ കണക്കാണ് രസകരം. നമ്മുടെ ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ വിശദമായിട്ട് ഞാൻ ആ വാർത്ത ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നു, അതിൽ 101 പേര് കൊലക്കേസ് പ്രതികളും വധശ്രമ പ്രതികളുമാണ്. അതായത് നമ്മൾ മുൻപൊരു 3 ദിവസം മുമ്പ് ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ ഒരു വാർത്ത കൊടുത്തിരുന്നു, പോലീസ് തപ്പി നടന്ന പല പ്രതികളെയും ഈ സമര വേദിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്ന്. അവരുടെ കണക്കാണ് പോലീസ് വിട്ടിരിക്കുന്നത്. 101 പേര്. അതാണ് 69 പേര് ബലാത്സംഗ പ്രതികള്, പിന്നെ ഈ സ്ത്രീ പീഡകരായിട്ടുള്ള 70 പേര് അതില് ഉണ്ട്. ഇനി ഈ ടോട്ടൽ അറസ്റ്റ് ചെയ്ത് പിടിച്ചുപറിക്കാരുണ്ട്, കൊള്ളക്കാരുണ്ട്. പിന്നെ ഈ പറയുന്ന അതിൽ തന്നെ 42 പേര് 2 അതിലധികമോ കേസിലെ പ്രതികള്, ക്രിമിനൽ കേസില്. അതില് ഞെട്ടിപ്പിച്ച കണക്ക് 33 പേര് 10 അതിലധികമോ ക്രിമിനൽ കേസിലെ പ്രതികള്. ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ പോലീസ് ഈ FIR കാണിച്ചിരിക്കുന്നത്. അതായത് ഇവരവിടെ വന്നപ്പോഴത്തേക്ക് FR ക്യാമറ വെച്ചിട്ട് ഇവരുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്തിട്ടാണ് ഇവരെ പിടിച്ചിരിക്കുന്നത്. കാരണം പോലീസിനെ സംബന്ധിച്ച് അതൊരു ചാകരയായിരുന്നു ജന്തർമന്ദിറിൽ നടന്നത്. കാരണം പോലീസ് പലവട്ടം അന്വേഷിച്ച് നടന്ന ആള് കൂട്ടത്തോടെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിനകത്ത് ഈ സമരത്തിൽ പങ്കെടുത്ത ചില ആളുകൾ
അവരുടെ മൊബൈൽ നഷ്ടപ്പെട്ടു എന്നൊക്കെ ഉള്ള പരാതിയും വന്നിട്ടുണ്ട്. വേറെ എങ്ങനെ തപ്പേണ്ട കാര്യം യുവന്മാരൊക്കെ അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നല്ലോ. ഈ പിടിച്ചുപറിക്കാർ തന്നെ 235 പേര് അതിനകത്ത് ഉണ്ടായിരുന്നത്, പിടിച്ചുപറിക്കാരും മോഷണക്കാരും. 235 പേര് ആ ആൾക്കൂട്ടത്തിനിടയിൽ ഉണ്ടെങ്കിൽ പിന്നെ മൊബൈലല്ല ആളെ തന്നെ അമ്മ അടിച്ചോണ്ട് പോകും. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ നിന്നൊക്കെ പോലീസ് തപ്പുന്ന ചില ബ്ലോഗർമാരുടെ ഒക്കെ വീഡിയോ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. ജന്തർ സമരത്തിൽ ആ ബ്ലോഗർമാര് പങ്കെടുക്കുന്നതിന്റെ ആയിട്ട് എന്ന് ക്യാപ്ഷൻ കണ്ടു. എനിക്ക് ആ കറക്റ്റ് അറിയില്ല, ഞാൻ സാധാരണ ബ്ലോഗ് അങ്ങനെ കാണാറില്ല ഇങ്ങനത്തെ. അപ്പം ഈ ഒരു രീതിയിലാണ് കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് ആ സമരത്തിൽ പക്ഷെ ഇതിനെതിരെ ഞാൻ അന്ന് മിനിഞ്ഞാന്ന് ഞാൻ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. ഇതിനെതിരെ ഒരു നാഷണൽ ജൻസി ഉണർന്നു വരിക തന്നെ ചെയ്യും. കാരണം അവർ ഓൾറെഡി ഈ രാജ്യത്തുണ്ട്, അവരുണ്ടായിരുന്നു. ധനുഷ് ഒരു പക്ഷെ പ്രേക്ഷകരും അത് ആ ഒരു വാക്ക് ശ്രദ്ധിക്കുന്നുണ്ടാവും. അത് ഞാനത് പറഞ്ഞത് എന്റെ മനസ്സിൽ വന്ന ഒരു ഐഡിയ ആയിട്ടാണ് അത് പറഞ്ഞത്, ഒരു പ്രവചനം പോലെ അല്ല. അത് എന്റെ ഇത് കരുതാക്കാണോ അല്ലയോ എന്നറിയില്ല. അപ്പോൾ അത് ഇതാ ബംഗാളിൽ നിന്ന് അത്തരത്തിലൊരു വാർത്തയാണ് വരുന്നത്. സ്വാഭാവികമാണ്, ഒരു സൈഡില് അത് നമ്മുടെ ഒരു പുതിയ കാലഘട്ടത്തിന്റെ ട്രെൻഡാണ്. ഒരു സൈഡില് നല്ലതെന്ന് പറഞ്ഞാൽ മോശമെന്ന് പറയാൻ ഇപ്പോഴത്തെ സൈഡ് റെഡിയാ. മുമ്പ് അതില്ലായിരുന്നു. മുമ്പ് അഥവാ മോശമെന്ന് അഭിപ്രായമുള്ളവർ തന്നെ മിണ്ടാതിരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല. ഏതൊരെണ്ണം വരുന്നു അതിന് ഇപ്പുറത്തൊരു ഓപ്പോസിറ്റ് സാധനം വരും. ഒരു സിനിമ കൊള്ളാമെന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് വന്നിട്ട് ഒരാൾ പറയും കൊള്ളില്ല എന്ന് പറയും. ഇതാണ് ഒരു ട്രെൻഡ്. കാരണം കണ്ടന്റ് വേണം, റീച്ച് ഉണ്ടാക്കണം. പിന്നെ അപ്പൊ റീച്ച് ഉണ്ടാക്കണമെങ്കിൽ കണ്ടന്റുകൾ വേണമല്ലോ. കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ എസ് പറയുമ്പോൾ നോ പറഞ്ഞാൽ 2 കണ്ടന്റ് ആയി. അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങൾ ഇതിനകത്ത് മുമ്പോട്ട് പോകുന്നത്. പക്ഷെ ഇത് ഈ നാഷണൽ വൈഡ് ആയിട്ട് ഇത് വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായി തന്നെ ഇത് സമാനമായിട്ട് എനിക്ക് തോന്നുന്നത് 2019 ഒരു തിരംഗ യാത്ര ഉണ്ടായിരുന്നു, BJP-യുടെ തിരംഗ യാത്ര ഇന്ത്യ മുഴുവൻ എല്ലായിടത്തും. അതിന്റെ മോഡലിലാണ് ഇവരിപ്പോ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി BJP-ക്കാരുടെ ആണോ യാത്ര എന്നറിയില്ല, പക്ഷെ അല്ലാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കണ്ടിട്ട്. എന്റെ ഒരു പ്രാഥമികമായിട്ട് വന്നിട്ടേ ഉള്ളൂ. 25,000 പേരോ മറ്റോ ആണ് ഇന്നലെ ബംഗാളിൽ അത്രത്തെ ഒരു പ്രകടനത്തിലേക്ക് എത്തിയത്. അത് പക്ഷെ വലിയ രീതിയിൽ തന്നെ അലയടിക്കും. ഇത് വരുമെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. സ്വാഭാവികമായി തന്നെ മറുഭാഗവും സംഘടിക്കും എന്ന്. പക്ഷെ ഇവിടെ ഒരു അപകടമുണ്ട് ധനുഷ്. ഈ മറുഭാഗം സംഘടിച്ചു കഴിഞ്ഞാലും അവരും ഒരു സമാധാനപരമായി പോകാവൂ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സമരം നടത്തുന്നവരുടെ പ്രധാന ലക്ഷ്യം ഇന്ത്യയിൽ ഒരു കലാപം ഉണ്ടാക്കുക എന്നുള്ളതാണ്. എങ്ങനെങ്കിലും ജാതീയപരമായിട്ടോ മതപരമായിട്ടോ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലേക്ക് കലാപം ഉണ്ടാക്കുക. കലാപത്തിലേക്ക് പോയാൽ അവർ ജയിച്ചു. കലാപത്തിലേക്ക് സംഘർഷത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ആളുകളും ശ്രമിക്കേണ്ടത്. കാരണം ഒരു തീപ്പൊരി വീണാൽ പോലും കലാപം ഉണ്ടാക്കുക. ആ കലാപം ഉണ്ടായി കഴിഞ്ഞാൽ അത് അന്തർദേശീയ മാധ്യമങ്ങളിൽ ഹൈലൈറ്റ് ചെയ്യുക. കാരണം അവർക്ക് ഒരുപാട് ഫണ്ട് കിട്ടുന്നുണ്ട്. അത് വെച്ചിട്ടാണ് ഇത് ഇപ്പൊ തുടങ്ങിയത്. പണ്ട് പുരാതന കാലം തൊട്ടേ തന്നെ ഇന്ത്യയിൽ ഈ ലഹളകൾ നടത്തും. കാരണം ഭീകരവാദികളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പം നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവർക്ക് ഇപ്പം പഴയതുപോലെ ഇന്ത്യയിലൊക്കെ ഈ ബോംബും ഒക്കെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ബോംബ് കൊണ്ടുവന്ന് വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ അസാധ്യമായ ഒരു കാര്യമാണ്, റിസ്ക് ആണ്. പിന്നെ അതിനകത്തുനിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ നമ്പർ ആളുകൾ മാത്രമാണ് ജീവഹാനി സംഭവിക്കുന്നത്. ഇത് അങ്ങനെയല്ല. ഒരു 10 പൈസ ചെലവില്ലാതെ തന്നെ കലാപം ഉണ്ടാക്കാൻ പറ്റും. ഏതെങ്കിലും ഘോഷയാത്രയ്ക്ക് നേരെ കല്ലെറിയുക, വീടിന് തീ വെക്കുക, അമ്പലങ്ങൾക്ക് നേരെ കല്ലെറിയുക. സംഭവം സിമ്പിളാണ്. ഇതേ മെത്തേഡാണ് ഇപ്പൊ കുറച്ചുകൂടെ വൈഡായിട്ട് യൂത്തിനെ ഇറക്കി തല്ലിക്കുക എന്നുള്ള ഒരു മെത്തേഡിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഇത് ഇപ്പൊ നമുക്കിപ്പോ തോന്നും അത് കുറച്ചുകൂടെ നല്ലതല്ലേ, ഇപ്പൊ കാണിച്ചത് നല്ലതല്ലേ എന്ന് വെച്ചാൽ നല്ലത് തന്നെയാണ്. പക്ഷെ അതിനെയും ഒരു ലിമിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അതിനും ഒരു കൺട്രോൾ വെക്കേണ്ടതായിട്ടുണ്ട്. കാരണം അതും പിടിവിട്ടു പോയാൽ അതും ഓപ്പോസിറ്റ് സൈഡിൽ കിടക്കുന്ന ടീംസും തമ്മിൽ തല്ല് നടത്താനുള്ള സാധ്യത. നമുക്കിത് ഈ തല്ല് ഇടി വെടി എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സുഖമാണ്. മിസൈൽ വിട്ടെന്ന് പറയുമ്പോഴും ബോംബ് പൊട്ടി എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് പ്രേക്ഷകർക്കെങ്കിലും ഒരു സുഖം, അടിക്കട്ടെ എന്ന് പറയും. പക്ഷെ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. കാരണം നമ്മുടെ കുട്ടികള്, നമ്മുടെ ആളുകളൊക്കെ ഈ ലോകത്തിന്റെ പല ഭാഗത്ത് ജോലി ചെയ്യുന്നുണ്ട്. ഒരു കലാപത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അവസ്ഥ എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ എന്റെ ഒരു പേഴ്സണൽ കാര്യം പറയാം. എന്റെ അച്ഛനൊരു പട്ടാള ഉദ്യോഗസ്ഥനായിരുന്നു, ഞാൻ ധനുഷോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തോട് ഞാൻ ഒരിക്കൽ ചോദിച്ചു, എന്റെ പേരെന്തിനാണ് ഈ ബിജു തറയിൽ നിട്ടത്, വേറെ എത്രയോ നല്ല പേരുണ്ടെന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹം എയർഫോഴ്സിലായിരുന്ന സമയത്ത് അവിടെ ഈ നോർത്തിലൊക്കെ അന്ന് കലാപം നടക്കുമ്പോൾ, കാരണം എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള സാധനമല്ലേ, ഗുജറാത്തിൽ നെക്സ്റ്റ് എന്നാണ് ബിജുവിന്റെ അർത്ഥം എന്ന്, അതുകൊണ്ടാണ് ഈ പേരിട്ടത്. എന്റെ അച്ഛനൊരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. കമ്മ്യൂണിസ്റ്റും അല്ലായിരുന്നു, കമ്മ്യൂണിസ്റ്റിനേക്കാൾ മൂത്ത കക്ഷിയായിരുന്നു പുള്ളി. നക്സൽ ചിന്തകതയുള്ളവര്, കടുത്ത കമ്മ്യൂണിസ്റ്റ് ആണ്. आपका नाम क्या है എന്ന് ചോദിക്കുമ്പോൾ മുഹമ്മദ് ബിജു എന്ന് പറയും. ക്രിസ്ത്യാനികളാണെങ്കിൽ ബിജു എന്ന് പറയാം, ഹിന്ദുസ് ആണെങ്കിൽ ബിജു എന്ന് പറയും. അപ്പം ബിജു എന്ന് ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇട്ടത്. അതാണ് അദ്ദേഹം ഇതിനെന്താ വെച്ചാൽ അദ്ദേഹത്തിന്റെ സർവീസ് കാലത്തുണ്ടായ ചില അനുഭവങ്ങൾ നിന്നാണ് എനിക്കത് പേരിട്ടത് എന്ന് പറയുന്നു. ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് അത് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വലിയ കാര്യത്തിലേക്ക് ഇത് നീങ്ങും. നമ്മുടെ എല്ലാവരും, കാരണം നിരപരാധികളാണ് പലപ്പോഴും ഇത്തരം കലാപങ്ങളൊക്കെ കൊല്ലപ്പെടുന്നതും അക്രമത്തിന് ഇരയാകുന്നതും ഒക്കെ. അതുകൊണ്ട് തന്നെ മൂവ്മെന്റുകൾ നല്ലതാണ്, അത് രാജ്യത്തിന് നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള മൂവ്മെന്റുകളാണ് എന്ന് കരുതി ഇപ്പൊ തുടങ്ങിയ മൂവ്മെന്റിനെ കയറൂരി വിടരുത്. അതിനെയും ഒരു നിരീക്ഷണം അതിനും മുകളിൽ ഉണ്ടാകണം.
കാരണം എങ്ങോട്ടേക്കാണ് തിരിയുന്നത് നമുക്ക് പറയാൻ കഴിയില്ല. അടിയിലൊക്കെ ഇല്ലെങ്കിൽ അപ്പുറത്തെ അവിടെ നിൽക്കുമ്പോൾ ഇവിടുന്ന് കൂടെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവം? അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം വരുന്നു. ഏതായാലും ഈ 2026 തൊട്ട് 27 വരെ എന്തോ ഇന്ത്യക്ക് വളരെ മോശം സമയമാണെന്നാണ് പറയുന്നത്, ജ്യോതിഷികളൊക്കെ പറയുന്നത്. എനിക്ക് അറിയത്തില്ല, പക്ഷെ ഇപ്പൊ ഏകദേശമൊക്കെ അങ്ങനെ തോന്നുന്നുണ്ട്. പാറ്റകൾക്ക് പിന്നാലെ ഞണ്ടുകൾ വന്നു, ഞണ്ടുകൾക്ക് പിന്നാലെ ജാതി വന്നു, ജാതികൾക്ക് പിന്നാലെ ഇപ്പൊ ദേശീയവാദികൾ വന്നു. ഇനി എത്ര എണ്ണം വരാൻ കിടക്കുന്നു എന്നറിയില്ല. അണിയറയിലൊക്കെ പലരും ഒരുങ്ങുന്നുണ്ട്. പഴയ സുഡാപ്പികളൊക്കെ വീണ്ടും തേച്ചു മിനുക്കി പുതിയ വേഷത്തിലും ഭാവത്തിലും എത്തുന്നുണ്ട്. പലയിടത്തും ഇപ്പൊ ബിരിയാണി ചലഞ്ചൊക്കെ നോർത്തിൽ തുടങ്ങിയിട്ടുണ്ട്. മറ്റേ ജുനൈദിന് ഐക്യദാർഢ്യം പ്രഖ്യാപനം. ജുനൈദിനെ പിടിച്ച് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു കൊച്ചു കട നടത്തിക്കൊണ്ടിരുന്ന മനുഷ്യൻ എങ്ങനെയാണ് ഡെയിലി 10,000 പേർക്ക് ബിരിയാണി കൊടുത്തത് എന്നൊരു ഒറ്റ സിമ്പിൾ ആയിട്ട് ചോദ്യം പോലീസുകാർക്ക് ചോദിക്കാനുള്ളൂ. നീ അവിടെ നക്കപ്പും ചീനവാഴയ്ക്കല്ല ഒരു കുഞ്ഞി കട നടത്തിക്കൊണ്ടിരുന്ന പാർട്ടിയാണ്. നീ എങ്ങനെയാണ് ഡെയിലി 10,000 പേർക്ക് നീ ബിരിയാണി കൊടുക്കുന്നത് ഇവിടെ? അതറിഞ്ഞാൽ മതി എവിടെ നിന്നാണ് പൈസ. ഇത്രേ ഉള്ളു സാധനം. അപ്പം പറയുന്നത് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. മുസ്ലിംസ് അല്ലെ ഹിന്ദു ആയാലും ആരായാലും ചോദിക്കുന്നൊരു ചോദ്യം ന്യായമല്ലേ? അപ്പൊ അതാണ് അതിന്റെ പ്രശ്നം. അങ്ങനെയൊക്കെ ഉണ്ട് കാര്യങ്ങൾ പോകുന്നു. ഏതായാലും ഇങ്ങനത്തെയുള്ള സംഘടനകൾ വരട്ടെ. കാരണം വാർത്തകൾ ഇങ്ങനെ അനവധി വരുമല്ലോ. ആൾക്കാരും ബോറടിച്ചിരിക്കുകയായിരുന്നു. നമ്മൾ തന്നെ കുറച്ച് നാൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു പറഞ്ഞത്. ഇപ്പൊ കുറച്ച് ആക്റ്റീവ് ആയില്ലേ? ഇനിയിപ്പോ BJP കുറച്ച് ആക്റ്റീവ് ആകും, യുവമോർച്ച ആക്റ്റീവ് ആകും, പിന്നെ മറ്റുള്ള അനുബന്ധ സംഘടനകളൊക്കെ ഒന്ന് ആക്റ്റീവ് ആകും. എല്ലാവരും ഒന്ന് ആക്റ്റീവായി ഉഷാറാകട്ടെ. ഉഷാറായി ചലിച്ചു നിന്നാലേ വരും. പക്ഷെ അത് അക്രമത്തിലേക്ക് പോകുമ്പോൾ അത് കുറച്ചുകൂടെ അപകടകരമാകും. കാരണം കുറച്ച് നാളായിട്ട് നമ്മുടെ രാജ്യത്ത് അങ്ങനെയുള്ള ഇഷ്യൂസുകളൊന്നും ഇല്ലാതിരിക്കുകയായിരുന്നു. ആ ഇഷ്യൂസിലേക്ക് പോകാതെ നോക്കേണ്ടത് എല്ലാവരുടെയും കടമയാണ്.